ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പദവിയുമെന്ന കോൺഗ്രസ് ഫോർമുലയിൽ വഴങ്ങി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. 2 മന്ത്രിസ്ഥാനമെന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. കൃഷി ജലസേചന വകുപ്പുകൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകിയേക്കും. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, PJ ജോസഫ് 2 മന്ത്രിസ്ഥാനം വേണമെന്ന് കടുപ്പിച്ചു നിന്നതാണ്. ആ മഞ്ഞുരുകിയിരിക്കുന്നു. എന്തായാലും ഒരു മന്ത്രിസ്ഥാനം എന്നുള്ളതിൽ ഇപ്പോൾ എന്തായാലും ജോസഫ് ഒരു സമ്മതം അറിയിച്ചു എന്നതാണല്ലോ പുതിയ വിവരങ്ങൾ. അനൂപ്, ജോസഫ് ഗ്രൂപ്പ് UDF നേതൃത്വത്തിന്റെ അനുരഞ്ജന ശ്രമങ്ങളോട് വഴങ്ങിയിരിക്കുന്നു. അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു. നേരത്തെ മുന്നണിയിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട സമയങ്ങളിലും സമാനമായ വിട്ടുവീഴ്ചയ്ക്ക് PJ ജോസഫ് തയ്യാറായിരുന്നു. 10 സീറ്റിൽ മത്സരിച്ച പാർട്ടിയായിരുന്നു PJ ജോസഫ് വിഭാഗം. എന്നാൽ അവർക്ക് ഇത്തവണ 8 സീറ്റ് നൽകാൻ നിർവാഹമുള്ളൂവെന്ന് UDFിന്റെ ചെയർമാൻ കൂടിയായിരുന്ന VD സതീശൻ അഭ്യർത്ഥിച്ചെ തുടർന്ന് അവർ 8 സീറ്റിലേക്ക് ചുരുങ്ങാൻ തയ്യാറായി. അതുപോലെ തന്നെ 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട ഘട്ടത്തിൽ നിന്ന് അവർ പിറകോട്ട് പോയിരിക്കുന്നു. അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു. ഒരു മന്ത്രിസ്ഥാനവും ക്യാബിനറ്റ് റാങ്കോട് കൂടിയുള്ള ചീഫ് വിപ്പ് സ്ഥാനവുമാണ് PJ ജോസഫിന് നൽകാൻ പോകുന്നത്. മന്ത്രിയായി മോൻസ് ജോസഫ് അധികാരമേറും. ചീഫ് വിപ്പായി ആരാണെന്ന കാര്യം തോമസ് ഉണ്ണിയാടനാണോ അതോ അപ്പു ജോസഫാണോ എന്ന കാര്യത്തിൽ PJ ജോസഫ് പ്രഖ്യാപനം നടത്തും. എന്തായാലും അവർ വലിയൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയം സീറ്റ് വിഭജന ഘട്ടത്തിൽ നടത്തിയ പോലെ ഒരു വിട്ടുവീഴ്ചയ്ക്കാണ് PJ ജോസഫ് വിഭാഗം ഇപ്പോൾ തയ്യാറായിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി ഈ ഘട്ടത്തിൽ നൽകുന്നു. അത് അനൂപ് ജേക്കബിന്റെ കാര്യമാണ്. അനൂപ് ജേക്കബും നാളെ മന്ത്രിയാകും. നേരത്തെ അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം വീതം വെക്കും എന്നായിരുന്നു പുറത്തു വരുന്ന വിവരം. എന്നാൽ അതിനോട് ഈ 2 പേർക്കും വിയോജിപ്പുണ്ടായിരുന്നു. ആ വിയോജിപ്പ് മാണി സി കാപ്പൻ പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അനൂപ് ജേക്കബിനും വിയോജിപ്പുണ്ടായിരുന്നു. എങ്കിലും കാര്യമായൊരു രൂക്ഷമായ പ്രതികരണത്തേക്ക് അനൂപ് ജേക്കബ് വന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അനൂപ് ജേക്കബ് മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതും ടേം വ്യവസ്ഥയിലല്ല എന്ന സൂചന കൂടിയുണ്ട്. മാണി സി കാപ്പനെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകിയേക്കുമെന്നുള്ള സൂചനകൾ വരുന്നു. അക്കാര്യത്തിൽ കുറച്ചുകൂടി സ്ഥിരീകരണം നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ അതാണ് പുറത്തു വരുന്ന വിവരം. കോൺഗ്രസിലെ മന്ത്രിമാരുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും IC ബാലകൃഷ്ണന്റെയും T സിദ്ദിഖിന്റെയും കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് വരേണ്ടത്. അത് ഹൈക്കമാൻഡ് തീരുമാനം കൂടി അറിഞ്ഞ ശേഷം മാത്രമേ പട്ടിക അന്തിമമാകുകയുള്ളൂ. ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി ലോക് ഭവനിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അദ്ദേഹം പട്ടിക ഇവിടെ പ്രോസസ് ചെയ്യുന്നു. പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുന്നു. അതിനുശേഷം അദ്ദേഹം ലോക് ഭവനിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ലോക് ഭവനിലേക്ക് മുഖ്യമന്ത്രിയുടെ മോട്ടോർക്കേഡ് തയ്യാറായി നിൽക്കുന്നു എന്ന അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.